നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങൾ ചെയ്യുന്നതൊന്നും ശരിയാവുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അങ്ങനൊന്നും ചെയ്യാനുള്ള കഴിവില്ല, ഞാൻ എന്ത് ചെയ്താലും ശരിയാവില്ല, ഭാഗ്യമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, ഇങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ഇല്ലാതാവുന്നത് നിങ്ങൾ കാരണമോ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകേടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യമില്ലായ്മയോ ഒന്നും കൊണ്ടല്ല. പലപ്പോഴും നിങ്ങൾ വളരെ നിസ്സാരമെന്ന് കരുതുന്ന നിത്യജീവിതത്തിലുണ്ടാകുന്ന നിങ്ങളുടെ ചെറിയ ചെറിയ ശീലങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ കോൺഫിഡൻസ് ഇല്ലാതായി പോകുന്നത്. കോൺഫിഡൻസ് ഇല്ലാതെ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യമാണെങ്കിൽ പോലും അത് വിജയത്തിലെത്താൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ കോൺഫിഡൻസിനെ ഇല്ലാതാക്കുന്ന ശീലങ്ങളെക്കുറിച്ചാണ്. ഇപ്പം നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്ന ശീലങ്ങളിൽ ഏതെങ്കിലും ഒരു ശീലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ മാറ്റാൻ ശ്രമിക്കുക. എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ വിജയങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാൻ കഴിയും. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക, കാരണം ഇതിൽ ഓരോ പോയിന്റുകളും അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ആദ്യത്തെ പോയിൻ്റാണ് പെർഫെക്ഷൻ. നമ്മളെല്ലാവരും തന്നെ എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്ഷനോടുകൂടി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്, ശരിയല്ലേ? പക്ഷെ മിക്കവാറും പെർഫെക്ഷനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് മാത്രം നമ്മൾ ഒരു കാര്യത്തിലേക്ക് കടക്കാൻ മടിക്കുന്നവരാണ്. ഞാനിത് ചെയ്താൽ ശരിയാകുമോ, തോറ്റുപോകുമോ, മറ്റുള്ളവർ എന്നെ കുറ്റപ്പെടുത്തുമോ, ഇങ്ങനെ പലതരത്തിലുള്ള വേവലാതികൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള പേടികൾ കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ മടിക്കും. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യവും പെർഫെക്ഷന് വേണ്ടി ചെയ്യാൻ ശ്രമിക്കാതെ നിങ്ങളുടെ കഴിവുകൾക്കനുസരിച്ച് നിങ്ങളുടെ സ്വയം സാറ്റിസ്ഫാക്ഷന് വേണ്ടി ചെയ്യുക. പതുക്കെ പതുക്കെ അത് പെർഫെക്ഷനിലേക്ക് എത്തിക്കോളും. ഒരു കാര്യം നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള വാശി പിടിക്കരുത്. വളരെ നിസ്സാരമായൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളെല്ലാവരും പലവട്ടം വീണിട്ട് തന്നെയല്ലേ നടക്കാൻ പഠിച്ചത്? പലവട്ടം പ്ലേറ്റിലും ഡ്രസ്സിലും മുഴുവൻ ആക്കിയതിന് ശേഷമല്ലേ നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പഠിച്ചത്? അതുപോലെയുള്ളൂ. ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ പെർഫെക്ഷനെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ പേടിക്കരുത്. സാവകാശം ആ കാര്യത്തിലേക്ക് പെർഫെക്ഷൻ വന്നു ചേർന്നോളും. അതുകൊണ്ട് എന്തെങ്കിലും കാര്യം നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ അത് തുടങ്ങുക. രണ്ടാമത്തെ പോയിൻ്റാണ് നമ്മൾ പാസ്റ്റിലുള്ള കാര്യങ്ങൾ, നമ്മുടെ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച്, കഴിഞ്ഞുപോയ മിസ്റ്റേക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. കഴിഞ്ഞുപോയ കാര്യങ്ങൾ എത്രയൊക്കെ ആലോചിച്ചാലും എന്തൊക്കെ ചെയ്താലും നിങ്ങൾക്ക് തിരുത്താൻ കഴിയില്ല, കാരണം അത് ഓൾറെഡി സംഭവിച്ച് കഴിഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങളുടെ സമയം കളയാതെ അതിൽ എന്തൊക്കെയാണോ നിങ്ങൾക്ക് തെറ്റ് സംഭവിച്ചത് ആ കാര്യങ്ങളെ മാത്രം വിലയിരുത്തി പുതിയൊരു കാര്യത്തിലേക്ക് നിങ്ങൾ കടക്കുക, അല്ലെങ്കിൽ നാളെക്കുറിച്ച് നോക്കുക. ഇന്നലെയിൽ നിന്ന്, ഇന്നലത്തെ തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചുകൊണ്ട് ആ ലെസൺസ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നാളെയിലെ അടുത്ത പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും കഴിഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം പാഴാക്കരുത്. കാരണം ഇന്നലെ എന്നുള്ളത് അവസാനിച്ചൊരു കാര്യമാണ്. നാളെ എന്നുള്ള വരാനിരിക്കുന്ന മറ്റൊരു സൗഭാഗ്യത്തെ അല്ലെങ്കിൽ മറ്റൊരു അവസരത്തെ ഇന്നലെയെക്കുറിച്ച് ഓർത്തുകൊണ്ട് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. കാരണം ഇന്നലെ നിങ്ങൾ ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ തെറ്റ് വീണ്ടും ആവർത്തിക്കുമോ എന്നുള്ള ഭയമാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനൊരു ഭയം നിങ്ങളുടെ മനസ്സിലുണ്ടാകുമ്പോൾ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ പോയിൻ്റാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളത്, നോട്ട് ടേക്കിംഗ് ആക്ഷൻ. അതായത് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നത് മാത്രമേ ഉള്ളൂ, ചെയ്യാൻ പോകുന്നു, ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രമുള്ളൂ, പക്ഷെ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ പോയിന്റിൽ തന്നെ പറഞ്ഞത് പെർഫെക്ഷൻ നോക്കിയിരിക്കാതെ ഇപ്പോൾ തന്നെ തുടങ്ങുക എന്നുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ, അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കാതെ ആഗ്രഹിക്കുന്ന കാര്യം തുടങ്ങുക. നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നോ നിങ്ങളത് ചെയ്യാൻ തുടങ്ങുക. ഒരു പുതിയ സ്കില്ല് പഠിക്കാനാണെങ്കിൽ ഇന്ന് തന്നെ പഠിക്കാൻ തുടങ്ങുക, അല്ലെങ്കിൽ ഇന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുക. പുതിയൊരു ജോലി അന്വേഷിക്കാനാണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ റെസ്യൂം ഒരു കമ്പനിക്ക് അയച്ചു കൊടുക്കുക. അങ്ങനെ എന്താണോ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്യുക. നാലാമത്തെ പോയിന്റ് കമ്പാരിസൺ ആണ്. അതായത് നമ്മൾ നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗം എല്ലാ ആൾക്കാരും സോഷ്യൽ മീഡിയകളിൽ സജീവമായിട്ടുള്ളവരാണ്. ഒരു റീൽ കണ്ടാൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ടാൽ, ഒരു വീഡിയോ കണ്ടാൽ
ആ വീഡിയോയിലെ അല്ലെങ്കിൽ ആ റീലിലെ ക്യാരക്ടേഴ്സുമായിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ താരതമ്യപ്പെടുത്തുന്നു. മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും മിക്കവാറും എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും കാര്യങ്ങളെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കണ്ടൻറ്റിൽ വരുന്ന ആളുകളുടെ ജീവിതവുമായിട്ട് നമ്മുടെ ജീവിതത്തെ താരതമ്യം ചെയ്യാൻ ഒരിക്കലും പാടില്ല. കാരണം ഇത് നിങ്ങളുടെ ജീവിതമാണ്. ഇതെന്താണ് എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. അത് മറ്റൊരാളുടെ ജീവിതവുമായിട്ട് ഒരു ബന്ധവും പലപ്പോഴും ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള കമ്പാരിസൺ എപ്പോഴും ഒഴിവാക്കുക. 5ാമത്തെ പോയിന്റ്, ഒരു ലോ പവർ പോസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കും. മനസ്സ് നമ്മുടെ ശരീരത്തെ സ്വാധീനിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരം മനസ്സിനെയും സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, മനസ്സിലൊരു വിഷമം വന്നാൽ നമ്മുടെ ഫേസിൽ നമ്മുടെ മുഖത്തത് വ്യക്തമായിട്ട് കാണാമെന്ന്. അതുപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ ഭവ്യതയോടെ എളിമയോടെ താണു തൊഴുത് നിൽക്കുന്ന പോലെ നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സ് ചിന്തിക്കുന്നത് അയാളാണ് സുപ്പീരിയർ, നമ്മൾ അയാളുടെ കീഴിലേ വരൂ എന്നാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു കംഫർട്ടായിട്ട്, ഒരു സ്മാർട്ടായിട്ട് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഒരു ഹൈ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. നട്ടെല്ല് നിവർത്തി, മുഖമുയർത്തി, കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുന്ന രീതിയിൽ ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഹൈ പവർ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ 6ാമത്തെ കാര്യമാണ് സെൽഫ് ഗ്രോത്ത് ഇല്ലാത്തൊരവസ്ഥ. നമ്മുടെ മനസ്സിൻ്റെ വളർച്ചയാണ് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള, നമ്മുടെ പ്രൊഫഷണലായിട്ടുള്ള ആ ഒരു രീതിയിലുള്ള വളർച്ചയാണ്. അതായത് നമ്മൾ എപ്പോഴും ആയിരിക്കുന്ന അതേ അവസ്ഥയിൽ തന്നെ തുടർന്നു പോവുകയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രോത്ത് ഇല്ല എന്നാണ് അർത്ഥം. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക, ഒരു 2 വർഷം മുൻപുള്ള നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? അതേ അവസ്ഥയിൽ തന്നെയാണോ നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത്? അതോ മറ്റെന്തെങ്കിലും കഴിഞ്ഞ 2 വർഷം മുൻപുള്ളൊരവസ്ഥയിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾ നേടിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ആലോചിച്ചു നോക്ക്. എന്തെങ്കിലും ഒരു പുതിയ സ്കില്ല് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുകയോ പുതിയൊരു ജോലി വാങ്ങിക്കുകയോ അല്ലെങ്കിൽ പുതിയൊരു പൊസിഷൻ കിട്ടുകയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കയറിയിട്ടുണ്ടോ എന്ന് സ്വയം ചിന്തിച്ചു നോക്കും. അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ 2 വർഷം മുൻപ് ഞാൻ ഈ ഒരു അവസ്ഥയിലായിരുന്നു, അതിൽ നിന്നും ഞാൻ ഇത്രത്തോളം മുന്നോട്ട് നീങ്ങി എന്ന് ചിന്തിക്കുന്നത് തന്നെ കോൺഫിഡൻസ് കൂട്ടുന്നൊരു കാര്യമാണ്. അതേസമയം തന്നെ പലരുടെയും ഒരവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. അതായത് നമ്മുടെ കംഫേർട്ട് സോണിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് വരുന്നില്ല. ഇതൊക്കെ തന്നെ മതി എന്ന് വിചാരിക്കും. ഒരിക്കലും പാടില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് ഗ്രോത്ത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റൊരാൾക്ക് അതിനൊരിക്കലും കഴിയില്ല. നിങ്ങൾക്ക് മാറണമെങ്കിൽ നിങ്ങൾ സ്വയം ചിന്തിച്ചേ പറ്റൂ. 7ാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ബീയിങ് ഇൻ ഫിയർ. എപ്പോഴും പേടിച്ചിരിക്കുക. പേടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ പേടി എന്ന് ഉദ്ദേശിക്കുന്നത് ഇരുട്ടിനെ പേടി, എന്തെങ്കിലും പ്രാണികളെ, പാമ്പിനെ, അങ്ങനെയുള്ള പേടികളല്ല. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പേടി, ആളുകളോട് സംസാരിക്കാൻ പേടി, ഒരു കാര്യം പുതിയതായിട്ട് തുടങ്ങാൻ പേടി, അങ്ങനെയുള്ള പേടികൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നീക്കുക. കാരണം ഒരാളോട് സംസാരിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു കാര്യം പുതിയതായിട്ട് ചെയ്തതുകൊണ്ടോ പഠിച്ചതുകൊണ്ടോ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല, അറിയാത്തൊരു കാര്യമാണെങ്കിൽ പോലും. അതുകൊണ്ട് എപ്പോഴും പേടിച്ചരണ്ടിരിക്കാതെ നിങ്ങളുടേതായ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. ഇതൊക്കെ നമ്മുടെ കോൺഫിഡൻസ് കുറയ്ക്കുന്ന വളരെ കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ്. എപ്പോഴും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നൊരു കാര്യം പെട്ടെന്നൊരു ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടായി കിട്ടുന്നു എന്നല്ല. നമ്മുടെ ശീലങ്ങൾ മാറ്റുന്നതിനനുസരിച്ച് നമ്മുടെ കോൺഫിഡൻസ് കൂടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. പക്ഷേ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ശീലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കൊരു വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചെന്ന് വരില്ല. ഈ ശീലങ്ങളോടൊപ്പം തന്നെ അതിന് പകരം എന്ത് വേണം എന്നും കൂടെ നമ്മളിപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശീലങ്ങൾ മാറ്റി അതിന് പകരം കോൺഫിഡൻസ് കൂട്ടാൻ സഹായിക്കുന്ന ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ജീവിതം മുന്നോട്ട് തന്നെ കൊണ്ടുപോവുക. ഒരിക്കലും നിങ്ങളുടെ ജീവിതം നിങ്ങൾ പിന്നിലേക്ക് കൊണ്ടുപോകരുത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തിന് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്ന ഇതുപോലുള്ള ഇൻസൈറ്റുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. സ്റ്റേ മൈൻഡ്ഫുൾ, സ്റ്റേ ഫോക്കസ്ഡ്.